ക്ഷമിക്കണം, വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നത് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS വീണ്ടും ഫേസ്ബുക്കിലെത്തിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങളാണ് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. തടഞ്ഞുവെച്ച തന്റെ സ്ഥാനക്കയറ്റം ഉടൻ നൽകണമെന്നും IAS ഉദ്യോഗസ്ഥരായ ജലതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഈ IAS തലപ്പത്തെ ഫേസ്ബുക്ക് പോരിന് ഒരു ശമനം വന്നതായിരുന്നു. ഇപ്പോൾ ഹിയറിംഗിന്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റുകളുടെ ശ്രേണി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. വളരെ വിവാദപരമായ പല കാര്യങ്ങളും ആ പോസ്റ്റിൽ പങ്കുവെക്കുകയുണ്ടായി. എന്തെല്ലാമാണ് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ? എങ്ങനെയായിരിക്കും ഇനി ആ പോസ്റ്റിന് പിറകെ വരുന്ന നടപടികൾ? അതുല്യ, എൻ പ്രശാന്ത് IASനെ ഹിയറിംഗിൽ വിളിക്കുന്നത് തന്നെ വലിയ വിവാദമായിരുന്നു. അത് അപൂർവമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ വെച്ചുകൊണ്ട്, സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് ഹിയറിംഗിൽ പങ്കെടുത്തത് തന്നെ. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന നിയമം ഉണ്ടായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ചതിന്റെ പേരിൽ ഉണ്ടായ നടപടികളടക്കം പരാമർശിച്ചുകൊണ്ടാണ് പ്രശാന്ത് IAS ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്ന വാചകത്തിൽ സർക്കാരിന് ശ്വാസം മുട്ടാൻ ഞാൻ ഗോപാലകൃഷ്ണനല്ല എന്നൊരു വാചകത്തോടു കൂടിയാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ഒളിയമ്പുകളും പരോക്ഷമായ വിമർശനങ്ങളും എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിന്റെ വിശദാംശങ്ങൾ? ആ പോസ്റ്റിനെ തുടർന്ന് ഇനി പ്രശാന്ത് IASനെതിരെ വരാനിരിക്കുന്ന നടപടികൾ എന്തെല്ലാമായിരിക്കും? അതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എൻ പ്രശാന്ത് IAS വീണ്ടും തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇത് മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ ജയതിലകനെതിരെയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനെതിരെയും അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പോസ്റ്റിലൂടെ വീണ്ടും എൻ പ്രശാന്ത് IAS ഉയർത്തുന്നുണ്ട്. ഹിയറിംഗിന് ശേഷം പലരും അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ച് തനിക്ക് മെസ്സേജ് അയക്കുകയും തന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നത്. അതിൽ അദ്ദേഹം നിരവധി ആവശ്യങ്ങൾ സർക്കാരിന് കൂടി ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, തന്റെ പ്രമോഷൻ അത് അകാരണമായിട്ട് തടഞ്ഞു വെക്കുകയാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രമോഷൻ എത്രയും വേഗം നടപ്പാക്കണം എന്നുള്ളത് കൂടി ഒരു ആവശ്യമായിട്ട് തന്നെ ഫേസ്ബുക്കിലൂടെ സർക്കാരിന് മുന്നിലേക്ക് എൻ പ്രശാന്ത് വെക്കുകയാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, 6 മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ള വിമർശനമാണ്. പ്രമോഷൻ നടപടികൾ വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എൻ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, ജയതിലകിനെതിരെയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കണം എന്നുള്ള ആവശ്യം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് മുന്നോട്ട് വെക്കുകയാണ്. ഇവയൊന്നും കുറച്ചധികം ആവശ്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, സർക്കാരിനെതിരെ എടുത്തിട്ടില്ല, കേസൊന്നും താൻ ഇതുവരെ കൊടുത്തിട്ടില്ല, അതിനായി ദയവായിട്ടൊരു സാഹചര്യം ഒരുക്കരുത് എന്നുള്ളതാണ് എൻ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാതെ തിരക്കിട്ട് തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുകൂടി ഈ പ്രശാന്ത് പറഞ്ഞു വെക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തായാലും തുടക്കം മുതൽ തന്നെ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ജയതിലകനെതിരെ ഉള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് എത്തിച്ചത് സർക്കാരിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IAS തലപ്പത്ത് തന്നെ വലിയ രീതിയിലുള്ള ചേരിതിരിവും അതുപോലെ തന്നെ ഒരു വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഈ പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാരണമായി എന്നുള്ളതുമാണ്. അതിനുശേഷം അദ്ദേഹത്തിനെ ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് നേരിട്ട് വിളിക്കുമ്പോഴും IAS തലപ്പത്ത് 2 വിഭാഗങ്ങൾ, അദ്ദേഹത്തിനെ അത്തരത്തിൽ വിളിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ആവശ്യം പറയുന്ന കുറച്ചുപേരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചുപേരും, അങ്ങനെ 2 വിഭാഗമായിട്ട് IAS തലപ്പത്ത് തന്നെ ചേരിതിരിവ് ഉണ്ടായിരുന്നതാണ്. മറ്റ് IAS ഉദ്യോഗസ്ഥർക്ക് ഒന്നുമില്ലാത്ത ചില പരിഗണന സർക്കാർ എൻ പ്രശാന്തിന്റെ കാര്യത്തിൽ നൽകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹിയറിംഗിൽ വിളിക്കുമ്പോഴും അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആവശ്യങ്ങൾ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെയൊക്കെ വെക്കുകയും അത് പിന്നീട് തള്ളപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഹിയറിംഗ്
കഴിഞ്ഞു. തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ ഹിയറിംഗ് അത് പരസ്യമാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെയൊക്കെ ചീഫ് സെക്രട്ടറി തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആവശ്യങ്ങളിൽ നിന്നൊന്നും എൻ പ്രശാന്ത് പിന്നോട്ട് പോകുന്നില്ല. ഉയർത്തുന്ന വിമർശനങ്ങളിലും പരിഹാസങ്ങളിലും യാതൊരു അയവും വരുത്തിയിട്ടില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനി എത്തരത്തിൽ വിവാദമാകും, ചർച്ചയാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്കിലെ തന്റെ പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചതിനാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഹിയറിംഗിന് ശേഷവും ജയതിലകിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയുമുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെയും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിന് മുന്നിലേക്ക് തന്റെ ആവശ്യങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തായാലും എത്തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകും എന്നുള്ളത് അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതുല്യ.